നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര സീറ്റ് ചോദിച്ച് പാർട്ടിയിൽ ഒറ്റപ്പെട്ട ഷമ മുഹമ്മദ് വീണ്ടും വിവാദക്കുരുക്കിലായിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ വിമർശിച്ച് പോസ്റ്റിട്ടതിനാണ് AICC വക്താവ് ഷമ മുഹമ്മദ് വീണ്ടും വാരിക്കുഴിയിൽ വീണിരിക്കുന്നത്. സംഭവം ദേശീയ വിവാദമായി BJP ഉയർത്തി. ഇതേ തുടർന്ന് AICC നേതൃത്വം ഇടപെട്ടതിനാൽ പോസ്റ്റ് പിൻവലിച്ച് തലയൂരുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രോഹിത്തിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന എക്സ്പോസ്റ്റ് കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദ് പിൻവലിച്ചത്. സംഭവം ദേശീയ വിവാദമായതിനെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് കുറിപ്പ് പിൻവലിക്കപ്പെട്ടതെന്നാണ് സൂചന. ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്ന് ഷമയ്ക്ക് പാർട്ടി താക്കീത് നൽകിയിട്ടുമുണ്ട്. പരാമർശം പാർട്ടിയുടെ നിലപാടല്ലെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പവൻ ഖേര വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ ന്യൂസിലാൻഡ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി മത്സരത്തിന് പിന്നാലെയാണ് രോഹിത് ശർമ്മ തടിയനെന്നും കായിക താരത്തിന് ചേർന്ന ശരീരപ്രകൃതിയല്ല ഭാരം കുറയ്ക്കേണ്ടതുണ്ടെന്നുമാണ് ഷമ മുഹമ്മദ് എക്സിൽ കുറിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെ മോശം ക്യാപ്റ്റനാണ് രോഹിത് എന്നായിരുന്നു ഷമയുടെ പോസ്റ്റ്. ഗാംഗുലി, ടെണ്ടുൽക്കർ, ദ്രാവിഡ്, ധോണി, വിരാട് കോഹ്ലി, കപിൽ ദേവ്, ശാസ്ത്രി തുടങ്ങിയ മുൻഗാമികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രോഹിത്തിന് എന്ത് ലോകോത്തര നിലവാരമാണുള്ളതെന്നും അദ്ദേഹം ഒരു ശരാശരി ക്യാപ്റ്റനാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റനാകാൻ ഭാഗ്യം ലഭിച്ച ഒരു ശരാശരി കളിക്കാരൻ മാത്രമാണ് രോഹിത് എന്നും ഷമ കുറിച്ചിരുന്നു. അതേസമയം ഇന്ത്യൻ ക്യാപ്റ്റനെതിരെയുള്ള ബോഡി ഷേമിംഗ് പരാമർശത്തിൽ വിമർശനവുമായി രാഷ്ട്രീയ പാർട്ടികളും എത്തി. രാഹുൽ ഗാന്ധിക്ക് കീഴിൽ 90 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ കോൺഗ്രസ് ആണ് രോഹിത്തിനെ മോശം ക്യാപ്റ്റൻ എന്ന് വിമർശിക്കുന്നതെന്ന് BJP നേതാക്കളും പ്രതികരിച്ചു. 2020 ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയ രോഹിത്തിനെ വിമർശിക്കാൻ എന്ത് അവകാശമാണ് കോൺഗ്രസിനുള്ളതെന്നും BJP വക്താക്കൾ ചോദിച്ചു. സോഷ്യൽ മീഡിയയിലും ഷമയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ഷമ മുഹമ്മദ് എക്സ്പോസ്റ്റ് പിൻവലിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എക്സ്പോസ്റ്റിനെ കുറിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്ന വിവരവുമുണ്ട്. ഷമ മുഹമ്മദിന്റെ വിവാദ പോസ്റ്റിൽ കണ്ണൂർ DCC നേതൃത്വത്തിനും അതൃപ്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.